ചെമ്പനിപ്പൂ സീരിയലിൻ്റെ വരാനിരിക്കുന്നൊരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രേവതിക്ക് പുതിയ താലി മേടിച്ചു കൊടുക്കുകയാണ് നമ്മുടെ സച്ചി. അത് അമ്പലത്തിൽ വെച്ചിട്ട് അവരുടെ കല്യാണം റിന്യൂ ചെയ്യുന്ന രീതിയിൽ ചടങ്ങായിട്ട് തന്നെ നടക്കുകയാണ് കേട്ടോ. ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമൻ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. രണ്ടുപേരും താലിയൊക്കെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മിയുടെ അനുഗ്രഹം മേടിക്കുന്നുണ്ട്. നിനക്ക് ഇഷ്ടപ്പെടാത്തൊരു കല്യാണം കഴിപ്പിച്ച് വിട്ടു എന്നുള്ളൊരു കുറ്റബോധം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു. ഇന്ന് എന്തായാലും നീ ഈ ജീവിതം ഇഷ്ടപ്പെടുന്നുണ്ട്, രണ്ടുപേരും പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് സച്ചി ചോദിക്കുന്നുണ്ട്, ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്, അതുകൊണ്ട് ആരും കരയരുത്. ശരത്തെ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുപ്പിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടി ചേർന്നുള്ള ഫോട്ടോയും അതുപോലെ തന്നെ രേവതിയും സച്ചിയും മാത്രമുള്ള ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് അവർ വീട്ടിലെത്തിയതിന് ശേഷമാണ് കാണിക്കുന്നത്. കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നമ്മുടെ രേവതി പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ സച്ചിയേട്ട വന്ന് ഭക്ഷണം കഴിക്കുക, കട തുറക്കണോ എന്നുള്ള കാര്യം. അതൊക്കെ നമുക്ക് നോക്കാം. നീ എന്താ ഈ മാല കയ്യിലിട്ടിരിക്കുന്നത്? പിന്നെ കയ്യിൽ വെക്കാതെ എടുത്ത് കളയാൻ വേണ്ടി പറ്റുമോ? എന്തായാലും കുറച്ച് ദിവസം വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ ആരോ രേവതി നിന്റെ അടുത്ത് എടുത്ത് കളയാൻ വേണ്ടി പറഞ്ഞത്? നീ അത് കഴുത്തിലിടുക എന്നുള്ള കാര്യം പറയണേ. അയ്യോ സച്ചേട്ട, എന്തിനാണ്? കല്യാണമായിട്ട് വരുന്ന ആൾക്കാരെ കഴുത്തിൽ മാല ഇട്ടിട്ടല്ലേ ഉള്ളിലേക്ക് കയറുക? അതൊക്കെ അവിടെ വെച്ച് തന്നെ കഴിഞ്ഞില്ലേന്ന് രേവതി ചോദിക്കുന്ന സമയത്ത്, ഇന്ന് കല്യാണം എന്നുള്ള കാര്യം നീ അല്ലേ പറഞ്ഞത്, അതുകൊണ്ട് കഴുത്തിൽ മാല ഇടാൻ നോക്ക്. അങ്ങനെ രണ്ടുപേരും മാല ഇടുവാണേ. ഇങ്ങനെ നമ്മൾ ചെല്ലുന്ന കണ്ടു കഴിഞ്ഞാൽ അച്ഛന് ഒരുപാട് സന്തോഷമാവും. വാ എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോവാണേ. അങ്ങനെ രണ്ടുപേരും വാതിക്കൽ നിൽക്കുവാണേ. അപ്പോഴേക്കും രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചന്ദ്രപതി ഇത് കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ രവിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്താ രണ്ടുപേരും മാലയൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്നത്? എനിക്ക് കണ്ടിട്ട് നല്ല മനസ്സ് നിറഞ്ഞു എന്നുള്ള കാര്യം പറയണേ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ ഇത് കാണുമ്പോൾ സന്തോഷമാവുമെന്ന്. തുടർന്ന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല ഇവർ രണ്ടുപേരും ഇപ്പൊ എന്തിനാ മാലയൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്? കടയിൽ വിറ്റുപോകാത്ത മാല എടുത്ത് കഴുത്തിലിട്ടിട്ട് വന്നതാണോ? ഞങ്ങളുടെ കടയിലൊക്കെ മാല നന്നായിട്ട് സെയിൽ ആവുന്നുണ്ട്, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കടയിൽ വന്നിരുന്നോ, അപ്പൊ മനസ്സിലാവുന്നത് സച്ചിയും. എന്താ എനിക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചന്ദ്രമതി ചോദിക്കുന്നു. തുടർന്ന് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പുറകെ തന്നെ വർഷയും ഉണ്ട്. അത് കഴിഞ്ഞ് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇപ്പൊ ഇവർ ഈ മാലയൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്നത്? കല്യാണം കഴിച്ചിട്ട് വരുന്ന ദിവസം അച്ഛാ കഴുത്തിൽ മാല ഇട്ടിട്ടല്ലേ വന്ന് നിൽക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അതിന് നിന്ന് നിങ്ങളുടെ കല്യാണ ദിവസം ഒന്നും അല്ലല്ലോ. കല്യാണ ദിവസമല്ല, കല്യാണം ആയ ദിവസമാണെന്ന് പറയണേ. കല്യാണം ആയ ദിവസമോ? എന്തൊക്കെ സച്ചിയേട്ടായി പറയുന്നത്? ആകെ മൊത്തം കൺഫ്യൂഷൻ എന്നുള്ള കാര്യം പറയുമ്പോൾ, അച്ഛാ രേവതിക്ക് താലി മേടിച്ചു കൊടുത്ത സമയത്ത് അവള് പിന്നെ അത് കഴുത്തിലിട്ടോളാം എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, ആ ഐഡിയ ഇതായിരുന്നു എന്ന് പറയണേ. അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ഇവൾ എന്റെ കയ്യാലെ തന്നെ താലി കെട്ടിച്ചു. അവിടെ ചെന്ന് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അമ്മയും അവിടുത്തെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കല്യാണം നടത്തിയതുപോലെ തന്നെ ആഘോഷങ്ങളെല്ലാം നടത്തിയെന്ന് പറയണേ. ഇന്ന് നല്ല ദിവസമായിരുന്നു, നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ എന്നുള്ള കാര്യം രവി പറയുമ്പോൾ, അച്ഛൻ ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് തന്നെ. തുടർന്ന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, കല്യാണം എന്ന് പറയുന്നത് ഒരു നാളല്ലേ നടക്കുള്ളൂ, ഇവരെന്താ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെയ്യുന്നത്? ഇതൊന്നും അത്ര നല്ലതല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി, ഞാനേ എന്റെ ഭാര്യയെ തന്നെയല്ലേ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്, അല്ലാണ്ട് വേറെ ആരുമല്ലല്ലോ. ഇതിൽ അച്ഛൻ എന്താ തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല, നല്ല വിഷയമാണെന്നുള്ള കാര്യമാണ് രവി പറയുന്നത്. എന്തായാലും നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്ന പറയണേ. അത് കഴിഞ്ഞ് വർഷയുടെ അടുത്ത് പോയിട്ട് ആരതി തട്ട് റെഡിയാക്കി കൊണ്ടുവരാൻ വേണ്ടി പറയണേ. അതെങ്ങനെയാ ഉണ്ടാക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതുപോലും നിനക്കറിയില്ല എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ, എന്താ നിനക്കറിയാമെന്ന് തിരിച്ചങ്ങോട്ട് ചോദിക്കണ്ടേ നമ്മുടെ വർഷ. ശരിക്കും ആ റെഡ് കളർ വരാൻ വേണ്ടിയിട്ട് എന്താ കളർ പൗഡർ ആണോ അതോ ചില്ലി പൗഡർ ആണോ ഇടുക എന്നുള്ള കാര്യം ചോദിക്കണേ. അപ്പോഴേക്കും വർഷയുടെ അടുത്ത് രവി പറയുന്നുണ്ട്, മതി മതി നീ ഒന്നും ചെയ്യണ്ട, ചന്ദ്രൻ നീ പോയി എടുത്തിട്ട് വാ എന്നുള്ള കാര്യം പറയുമ്പോൾ, ഞാനോ എന്ന് ചോദിക്കണേ. അതെ നീ തന്നെ. വർഷയ്ക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഇപ്പൊ അവരെന്താ പുതിയതായിട്ട് കല്യാണം കഴിച്ച് വരുമോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് എങ്ങനെയെങ്കിലും അത് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കാനുണ്ട് ചന്ദ്രമതി. എന്തായാലും അമ്പലത്തിൽ പോയിട്ട് അവർ മാല ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. നാട്ടുകാരുടെ കണ്ണ് മൊത്തം വിട്ടിട്ടുണ്ടാകും. ആരതി എടുക്കാതെ എന്തായാലും വീട്ടിനുള്ളിലേക്ക് കയറാൻ വേണ്ടി പറ്റില്ല, നീ പോയിട്ട് റെഡിയാക്കിയിട്ട് വരാൻ പറയണേ. അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ സുധി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇത് കണ്ടിട്ട് എന്താ വെച്ചാൽ മാലയൊക്കെ ഇട്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രവി പറയുന്നുണ്ട്, അവര് കല്യാണം കഴിച്ചിട്ട് വരികയെന്ന്. കല്യാണം കഴിച്ച് വന്നു എന്ന് വെച്ചാൽ അവർ ഓൾറെഡി കല്യാണം കഴിച്ചല്ലേ എന്നുള്ള കാര്യം സുധി ചോദിക്കുന്ന സമയത്ത്, ഓ വലിയ പഠിപ്പാളി എല്ലാം കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം സച്ചി. അവർ രണ്ടുപേരും കൂടി പുതിയ താലി മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അമ്പലത്തിൽ പോയിട്ട് അണിഞ്ഞിട്ട് വരികയാണ്. ആരതി എടുക്കാണ്ട് ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടി പറ്റില്ല. ചന്ദ്രേ ആരതി റെഡിയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ആ കൂവണ്ട അതാ കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആരതിയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ആരതിയുമായിട്ട് നേരെ ശ്രുതിക്ക് അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ചന്ദ്രമതി. ശ്രുതി നീ ആരതി എടുക്കുന്നുള്ള കാര്യം പറയുമ്പോൾ, വേണ്ട ആന്റി അല്ലേ മൂത്തത്, ആന്റി തന്നെ ചെയ്താൽ മതി എന്ന് പറയണേ. അങ്ങനെ ചന്ദ്രമതി തന്നെ രണ്ടുപേർക്കും ആരതി എടുക്കുന്നുണ്ട്. ചന്ദ്രമതി ആരതി ഒഴിയുന്ന സമയത്ത് നമ്മുടെ സച്ചി ഉണ്ടല്ലോ രേവതി അങ്ങ് ചേർത്ത് പിടിക്കുകയാണേ. ഇത് കണ്ടിട്ട് കണ്ണും പിടിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര.
അങ്ങനെ ആരത്തി ഒഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ചന്ദ്രമതി അത് പുറത്തേക്ക് കളയാൻ വേണ്ടി പോവാണ്. തുടർന്ന് രവി പറയുന്നുണ്ട് ഇനി രണ്ടുപേരും കയറിക്കുമെന്ന്. വലതുകാലം വെച്ച് കയറാൻ വേണ്ടിയിട്ട് സച്ചി രേവതിയുടെ അടുത്ത് പറയുന്ന കേൾക്കുമ്പോൾ നിനക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലല്ലോ എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് രവി ചോദിക്കുകയാണ്. അതെ അച്ഛാ, അതൊക്കെ ശരിയൊക്കെ തന്നെയാണ്. കാർ ഓടിക്കുന്ന സമയത്ത് നമുക്ക് 2 കാലും ആവശ്യമുണ്ടല്ലോ, ക്ലച്ച് ചവിട്ടാനും അതുപോലെ തന്നെ ഗിയറിൽ ചവിട്ടാനും. പക്ഷെ ഇതിലൊക്കെ രേവതിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ടാണെന്ന് പറയുകയാണേ. അത് കഴിഞ്ഞ് ശ്രീകാന്ത് കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട് രണ്ടുപേർക്കും. അങ്ങനെ ശ്രീകാന്ത് കൺഗ്രാറ്റുലേഷൻ പറയുന്ന സമയത്തുണ്ടല്ലോ, ഇവനോ എന്തോ ഭ്രാന്ത് കാണിച്ചു വന്നതിന് നീ എന്തിനാ കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറയാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ കല്യാണച്ചക്കനാവുന്നത് വലിയൊരു കാര്യമല്ല, എന്നാൽ നമ്മളെ വിശ്വസിച്ച് വന്നിരിക്കുന്ന പെണ്ണിനെ കബളിപ്പിക്കാതെ കബളിപ്പിക്കാതെ കഴുത്തിൽ താലി കെട്ടണം, നിന്നെ പോലെ ഓടിപ്പോവാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം പറയാണ് സച്ചി. ഇത് കേൾക്കുമ്പോൾ രവി ചോദിക്കുന്നുണ്ട് നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന്. തുടർന്ന് നമ്മുടെ രവി രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതുകൊണ്ടാണോ മോള് നേരത്തെ താലി കെട്ടാണ്ടിരുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ എന്നുള്ള കാര്യം പറയണേ. അന്ന് കഴുത്തിൽ താലി കയറിയ സമയത്ത് എനിക്ക് ആകെ മൊത്തത്തിലൊരു ഭയമായിരുന്നു, എന്നാൽ ഇന്ന് മനസ്സാല് താലി കെട്ടിയ സന്തോഷമുണ്ടെന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ അത് ശരി തന്നെയാണ് അച്ഛാ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇപ്പം എന്റെ കല്യാണം നടന്ന പോലെ എനിക്ക് ഫീൽ ആവുന്നതെന്ന് സച്ചി പറയണേ. ശരിക്കും ഇന്നാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്, അതുകൊണ്ട് ഈ ഡേറ്റ് കലണ്ടറിൽ കുറിച്ച് വെക്കാൻ രേവതിയുടെ അടുത്ത് സച്ചി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. ഇന്ന് നടന്ന കല്യാണം എന്ന് വെച്ചാൽ അന്ന് നടന്ന എന്താ ബൊമ്മ കല്യാണമായിരുന്നു എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുകയാണേ. ഒരു അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛാ അത് ശരി തന്നെയാണ്, അന്ന് ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തോട് കൂടിയിട്ടല്ല കല്യാണം കഴിച്ചത്. അപ്പോഴേക്കും ശ്രുതി അപ്പൊ ഇത്രയും നാള് നിങ്ങൾ രണ്ടുപേരും ലിവിങ് ടുഗെദർ ആയിട്ടാണോ നടന്നിട്ടുണ്ടായിരുന്നത്, എന്താടാ ഇതൊക്കെ എന്ന് ചോദിക്കുകയാണേ. കണ്ടില്ലേ അച്ഛാ അവന്റെ ബുദ്ധി, നീ കുറച്ചു നാള് അങ്ങനെയല്ലായിരുന്നു ഒരു പെണ്ണിന്റെ ഒപ്പം കറങ്ങിയിട്ടുണ്ടായിരുന്നത്, ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി നമ്മുടെ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് പേടിച്ചിട്ട്. നീ എന്താണ് നിന്നെ പോലെ വിചാരിച്ചോ എല്ലാവരെയും? അച്ഛാ ആദ്യമായിട്ട് കല്യാണം നടന്നു കഴിഞ്ഞാല് വിളക്ക് കത്തിക്കണ്ടേ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് എല്ലാവരും പൂജാമുറിയിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ദേവേശേഷിയുടെ കാര്യം കഷ്ടം തന്നെയാണ്, വീണ്ടും ആ ഡ്രഗ് അഡിക്റ്റിനെ തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ടേ രേവതി സന്തോഷമായിട്ട് തന്നെയാണല്ലോ ഉള്ളത്, എന്ത് ചെയ്യാനാ, അവർക്ക് അങ്ങനെ തന്നെയല്ലേ നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ, കാരണം കൺട്രോൾ മൊത്തം അദ്ദേഹത്തിന്റെ കയ്യിലല്ലെന്നൊക്കെ നമ്മുടെ വർഷ ഭയങ്കര സങ്കടത്തോടു കൂടി പറയണേ. പക്ഷെ ഇതൊന്നും കേൾക്കാതെ ശ്രുതി വേഗം അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ പൂജാമുറി ചെന്നിട്ട് രണ്ടുപേരും കൂടി വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ആശീർവാദം മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോഴേക്കും ചന്ദ്രമതി ഇപ്പൊ എന്തിനാണ് ഇത് കുറച്ച് ഓവറായിട്ട് പോകുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട് ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് രണ്ടുപേരുടെയും മനസ്സ് ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഓരോ ദിവസവും പരസ്പരം മനസ്സിലാക്കി അവര് ഇപ്പോഴാണ് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പൂർണ്ണമായിട്ട് ആയത്. വാ തുറന്ന് 2 നല്ല വാർത്ത പറ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയെ നിർബന്ധിച്ച് വിളിക്കുകയാണ് രവി. എന്നിട്ട് പൂവൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരുടെ ആശീർവാദമൊക്കെ മേടിക്കുകയാണ് കേട്ടോ സച്ചിയും രേവതിയും കൂടി ചേർന്ന്. തുടർന്ന് രവി പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇഷ്ടമില്ലാണ്ടാണ് ഈ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്, എപ്പോഴും അതുപോലെ ഇരിക്കും എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു, എന്തായാലും ഇപ്പൊ രണ്ടുപേരും സന്തോഷമായിട്ടാണല്ലോ ഇരിക്കുന്നത്, അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയാണ് രവി. അതേ അച്ഛാ, എന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അന്ന് എന്തിനാ കല്യാണം കഴിച്ചതെന്നുള്ള കാര്യം തന്നെ എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷേ അച്ഛൻ കാരണം എനിക്ക് നല്ലത് മാത്രമേ നടന്നിട്ടുള്ളൂ, അങ്ങനെ നടക്കുള്ളൂ എന്നുള്ളൊരു വിശ്വാസം സച്ചിക്കുണ്ടല്ലോ, അത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയാണേ. ശരി അച്ഛൻ പറഞ്ഞത്, ഞങ്ങൾ രണ്ടുപേരും അന്ന് ഇഷ്ടത്തോട് കൂട്ടിയിട്ടല്ലായിരുന്നു താലി കെട്ടിയിട്ടുണ്ടായിരുന്നത്, അച്ഛൻ താലി കെട്ടാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ താലി കെട്ടി. അതെ അച്ഛ, എന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അമ്മ എൻ്റെ അടുത്ത് മണ്ഡപത്തിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു, ഞാനും അവിടെ ഇരുന്നു. കേട്ടില്ലേ അച്ഛാ, ഞാൻ ഇവളുടെ മുഖം പോലും ശരിക്കും കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു, അച്ഛൻ എൻ്റെ അടുത്ത് താലി കെട്ടാൻ വേണ്ടി പറഞ്ഞു, ഞാനത് ചെയ്തു. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇവള് തന്നെ പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് കേൾക്കുമ്പോൾ രേവതി ഞാനും ഈ വീട്ടിൽ ഒരുപാട് കാലം നിൽക്കാൻ വേണ്ടി പറ്റുമെന്ന് ഒരിക്കലും ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ അടുത്ത് ഒരുപാട് തവണ എന്റെ കഷ്ടങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. തുടർന്ന് സച്ചി, അച്ഛ ഇന്ന് താലി കെട്ടിയപ്പോഴാണ് ഇവളുടെ കണ്ണിൽ നോക്കി ഞാൻ താലി കെട്ടിയത്. ഇന്നാണ് അച്ഛ എനിക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ താലി കെട്ടിയതിന്റെ ആ ഒരു ഇത് എന്താന്നുള്ള കാര്യം മനസ്സിലായത്. അങ്ങനെ സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ ഇതിന്റെ പേരാണ് ലവ് എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട്. ഓ ആണോ, ആദ്യം ഒരു കടമയോടുകൂടി കെട്ടിയതാണ്, പക്ഷെ ഇപ്പോ സ്നേഹത്തോടു കൂടി കെട്ടി. അച്ഛ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് നാണാവുന്നുണ്ടെന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ, നിനക്ക് നിന്റെ ഭാര്യയോടുള്ള സ്നേഹം അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ പറയുന്നതിൽ എന്തിനാണ് നാണിക്കുന്നത്? അച്ഛ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇവരുടെ കൂടെ എങ്ങനെ ജീവിക്കുക എന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും സച്ചിയേട്ടന്റെ മനസ്സും സച്ചിയേട്ടനെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഇത്തവണ സച്ചിയേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടുന്ന സമയത്ത് എന്റെ മനസ്സിൽ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും പറയുന്നത് കേൾക്കുമ്പോൾ എന്റെ മനസ്സ് നിറയുന്നുണ്ടെന്നുള്ള കാര്യം രവി പറയാണേ. അച്ഛ ഇന്നേ ദിവസമാണ് ഞങ്ങളെ കല്യാണ ദിവസമായിട്ട് ഞങ്ങള് കൊണ്ടാടാൻ വേണ്ടി പോകുന്നത്, സന്തോഷമായിട്ട് കൊണ്ടാടാൻ വേണ്ടിയിട്ട് രവിയും പറയാണ്. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും സന്തോഷമായിട്ട് മാത്രം ഇരുന്നാൽ മതി എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ട് അച്ഛാ. അശോക് അങ്കിളിന്റെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ, അതെന്തിനാന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോൾ, നമ്മുടെ വീട്ടിലെ വിശേഷം ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ ഏർപ്പാടും അദ്ദേഹമല്ലേ ചെയ്യാം. അതെ അച്ഛാ,
കല്യാണം കഴിഞ്ഞ പക്ഷേ ഇന്ന് ഫസ്റ്റ് ദിവസത്തിലെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ചെയ്യണ്ടേ. സച്ചി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും എന്താ സച്ചിയായിട്ട് അത് വാ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവാണേ. അങ്ങനെ ഒരുവിധം എല്ലാവരും പോയിട്ടോ. പക്ഷേ ശ്രുതിയും സുധിയും അതുപോലെ ചന്ദ്ര അവിടെയുണ്ട്. ഇതെല്ലാം ആൻറ്റി കുറച്ച് ഓവറല്ലേ എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ ഓവർ തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇതെല്ലാം കാണാൻ എൻ്റെ ഒരു വിധി. ഈ പൂ കെട്ടുന്നവളെ എല്ലാം മനഃപൂർവ്വം കരുതി കൂട്ടി ഓരോന്നും ചെയ്യുന്നതാണ്. എന്ത് പറഞ്ഞാലും അമ്മ എന്നെ കളിയാക്കുന്നു എന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത് എന്ത് ചെയ്യാനാ, എല്ലാം നമ്മുടെ വിധി. അരപ്പവനിൽ താലി മേടിച്ചു കൊടുത്തതിന് അവൾ എന്താട്ടോ ആടുന്നത്. ശ്രുതി, നീ എന്തായാലും നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിനക്ക് ഇതിനേക്കാൾ കൂടുതൽ ചെയ്യും. ഈ വിഷയത്തെക്കുറിച്ച് നീ നിന്റെ ഇളയച്ചൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നോ എന്ന് ചോദിക്കണേ ചന്ദ്രമതി. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയുടെ മുഖം വാടുന്നുണ്ട് കേട്ടോ. എന്താ മോളെ, നീ പറഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൻറ്റി, ഇതിനെക്കുറിച്ചിട്ട് അച്ഛനടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അതൊക്കും ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തിലാണേ. അപ്പം നിന്റെ അച്ഛൻ ഉടനെ തന്നെ വരുന്നല്ലേ അതിൻ്റെ അർത്ഥം. എന്തായാലും നിന്റെ അച്ഛനൊന്ന് വരട്ടെ, അത് കഴിഞ്ഞിട്ട് ഈ പൂക്കാരിക്ക് നമ്മൾ ആരാന്നുള്ള കാര്യം കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ചന്ദ്രമതി അവിടെ നിന്ന് പോവാണേ. പക്ഷേ ശ്രുതിയാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലാവുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ആന്റണിയും അവരുടെ കൂടെയുള്ള ആൾക്കാരും കൂടി ചേർന്നിട്ട് പൈസ പിരിക്കാൻ വേണ്ടി ഇറങ്ങാണ്. കൂടെ നമ്മുടെ ശരത്തുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയുടെ കാർ ഷെഡ് ഉണ്ടല്ലോ അവിടേക്കാണ് ചെല്ലുന്നത്. അവിടെ കാണുമ്പോഴേക്കും നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല ആന്റണി, ചേട്ടൻ തന്നെ പോയാൽ മതി എന്നുള്ള കാര്യത്തെക്കുറിച്ച്. നീ എന്തിനാണ് എല്ലാത്തിനും ഭയക്കുന്നത്? അതല്ല, ഈ കാര്യം ഇവിടെയുള്ള ആൾക്കാർ ചെന്നിട്ട് എൻ്റെ ചേച്ചീൻ്റെ അടുത്തും പറയും, പിന്നെ സച്ചിയേട്ടനൊക്കെ അറിയാം, ആകെ മൊത്തം പ്രശ്നമാവും എന്ന് പറയണേ. ആ ശരി, നീ ഇവിടെ നിന്നോ, ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും എന്താ ഞാൻ ഇങ്ങോട്ട് തേടി വന്നാൽ മാത്രമേ പൈസ തരുള്ളൂ എന്നുള്ള കാര്യം ചോദിച്ചും കൊണ്ട് നിൽക്കുമ്പോഴേക്കും ഒരുവിധം എല്ലാവരും പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ മഹേഷ് മാത്രം ഇങ്ങനെ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുവാണേ. അങ്ങനെ മഹേഷിൻ്റെ അടുത്ത് ആൻ്റണി ചോദിക്കുന്നുണ്ട് പണം കേട്ടോ. എൻ്റെ കയ്യിലില്ല ഈ മാസം എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ആൻ്റണി അന്ന് പൊങ്കൽ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ തരുന്നല്ലേ നീ പറഞ്ഞത്, ഇപ്പം എന്താ മാറ്റി മാറ്റി പറയുന്നത്? പണം വരുമെന്ന് വിചാരിച്ചു, പക്ഷെ കിട്ടിയില്ല എന്നുള്ള കാര്യം മഹേഷ് പറയുമ്പോഴേക്കും നീ എപ്പോൾ നോക്കിയാലും ഓരോരോ കാരണം പറയും. നാളെ വരുന്ന സമയത്ത് പണം കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആൻ്റണി അവിടെ നിന്ന് പോകുന്നത്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം നിനക്ക് ഈ മാസത്തെ ചീട്ട് എടുത്തിട്ട് ആ പലിശ കെട്ടിക്കൂടായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. സച്ചി ആദ്യമായിട്ടാണ് അവൻ വാ തുറന്നിട്ട് അവൻ്റെ ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ എങ്ങനെ അവന് കൊടുക്കാണ്ടിരിക്കുക? ശരി, അതൊക്കെ വിട്, നാളെ എങ്ങനെയെങ്കിലും പൈസ റെഡിയാക്കാന്ന് പറയുകയാണെ മഹേഷ്. തുടർന്ന് രാത്രി നമ്മുടെ രേവതി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ അത് ആയിക്കൊണ്ടിരിക്കുന്നു. എത്ര നേരമായി നീ എന്താ തണുപ്പ് കളി കളിച്ചും കൊണ്ട് ഉണ്ടാക്കുന്നത്? ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കില്ലേ? എന്താ നീ ഇപ്പോഴും പുതുമോടി തന്നെ നിൽക്കുവാണോ? വന്ന് വന്ന് കുറച്ച് ഓവറായിട്ട് ചെയ്യുന്നുണ്ട്. ആ സച്ചിയാണെന്നുണ്ടെങ്കിൽ നിന്റെ താളത്തിനനുസരിച്ച് എല്ലാത്തിനും തുള്ളാൻ വരുന്നുണ്ട്. എന്നെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടും എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടും മനഃപൂർവ്വമല്ലേ നീ സച്ചിയെ കൂട്ടിക്കൊണ്ട് പോയിട്ട് താലി കെട്ടിക്കൊണ്ട് വന്നത് അമ്പലത്തിൽ നിന്ന്? ഞാനെന്തിനാ അമ്മയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്റെ ഭർത്താവിനെ കൊണ്ട് താലി കെട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചു, അത്രേ ഉള്ളൂ. ശബദത്തിൽ നീ ജയിച്ചു എന്നുള്ള കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ നന്നായിട്ട് എനിക്കറിയാം. എന്ന് കരുതിയിട്ട് ഓവർ ആടൊന്നും വേണ്ട. എന്തോ ഒരു അരപ്പവൻ മേടിച്ചു തന്നു എന്ന് കരുതിയിട്ട് നീ ചോദിച്ചതൊക്കെ അവൻ മേടിച്ചു തരും എന്നുള്ള കാര്യമൊന്നും നീ വിചാരിക്കണ്ട. അവൻ നൂലിലിട്ട പട്ടം മാതിരിയാണ്. കാറ്റ് ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ അവൻ ദിശ മാറി പോകുന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെ പോയാലും ഞാൻ തേടി പോകും എന്നുള്ള കാര്യം രേവതിയും. ഓ, നിന്റെ അഹങ്കാരം കാണിച്ചോ. അവൻ ഇനിയൊരു മുഖം കൂടി കാണിക്കും. അതോടുകൂടി നിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കാതെ വേഗം തന്നെ പണിയെടുത്ത് തീർക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ചന്ദ്ര പുറത്തേക്ക് വരുമ്പോഴേക്കും നമ്മുടെ വർഷം ചോദിക്കുന്നുണ്ട്, ആന്റി ഡിന്നർ റെഡിയായോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇതാ ഇപ്പം റെഡിയാവും, നിനക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും കട്ട് ചെയ്ത് തരട്ടെ എന്ന് ചന്ദ്രമ്മ ചോദിക്കുമ്പോൾ നൈറ്റിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതല്ല എന്ന് വർഷ. തുടർന്ന് നമ്മുടെ സച്ചി വന്നിട്ട് അമ്പലത്തിൽ നിന്നെടുത്ത ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എപ്പോൾ എടുത്തതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതച്ചാ രാവിലെ അമ്പലത്തിൽ നിന്ന് എടുത്താന്ന് പറയുന്നുണ്ട്. ആഹാ, സിനിമ പോസ്റ്ററിൽ നടീനടന്മാർ നിൽക്കുന്നത് പോലെ ഉണ്ടെന്നുള്ള കാര്യം രവി പറയണേ. ഓ, അങ്ങനെയുണ്ടോ വെച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉണ്ടടാ എന്ന് പറയണേ. ഞാൻ ഫോട്ടോ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ മേടിക്കുകയാണ് ശ്രീകാന്ത്. ഫോട്ടോ സച്ചേട്ടൻ നന്നായിട്ടുണ്ട്. അന്ന് കല്യാണത്തിന്റെ സമയത്ത് നിങ്ങൾ ഫോട്ടോസ് ഒന്നും എടുത്തില്ലായിരുന്നല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു മൂഡിലല്ലായിരുന്നല്ലോ എന്നുള്ള കാര്യം സച്ചിയും. അത് കഴിഞ്ഞിട്ട് അമ്മ ഫോട്ടോ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് കാണിച്ചു കൊടുക്കണേ. പിന്നെ ഫോട്ടോ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് പോവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ സുധിയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ കണ്ടിട്ട് ക്ലാരിറ്റി ഉള്ള ക്യാമറയിൽ എടുത്തുകൂടായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ, സിനിമയിൽ പടം പിടിക്കുന്ന ആ ക്യാമറയിൽ എടുക്കാനാണ് വിചാരിച്ചത്. ഒന്ന് പോടാ അവിടുന്ന്. ഫോട്ടോ നോക്കിയിട്ട് നല്ലതാണോ ചീത്തയോ എന്നുള്ള കാര്യം പറയണം. അതല്ലാണ്ട് അവൻ ചുമ്മാ ഓരോന്നെന്ന് പറഞ്ഞും കണ്ട് ആ ഫോട്ടോ രേവതിക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് നമ്മുടെ വർഷയും പറയുന്നുണ്ട്, രേവതി ചേച്ചി ഈ ഫോട്ടോയിൽ രേവതി ചേച്ചിയെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടെന്ന് താങ്ക്സ് ഒക്കെ പറയുകയാണെ നമ്മുടെ രേവതി തിരിച്ചു. അപ്പോഴേക്കും ചന്ദ്രമതി, പിന്നെ ഇവള് നാട്ടിലെ റാണിയല്ലേ, ഇവനാണെങ്കിൽ നാട്ടിലെ രാജാവും. രണ്ടുപേർക്കും കല്യാണമായത് വലിയൊരു കാര്യമല്ലേ, അത് വരെ പോരാത്തതിനൊരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണെന്നുള്ള കാര്യം സച്ചി ചന്ദ്രയുടെ അടുത്ത് മുഖത്ത് നോക്കി പറയണേ. അമ്മയ്ക്ക് ഇത് വലിയ കാര്യമൊന്നായിട്ട് തോന്നില്ല. വീട്ടില് പണം അടിച്ചുകൊണ്ട് ഓടിപ്പോകുന്നത്
അതുപോലെ തന്നെ ഒളിച്ചോടി കല്യാണം കഴിക്കുന്നത്. ഇതല്ലേ നിങ്ങൾക്ക് വലിയ കാര്യം? ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ചടിച്ചിട്ട് അത് സൈഡിൽ വെച്ചിട്ട് എവിടെ ഇരുന്നോളാൻ വേണ്ടി പറയണേ. അങ്ങനെ ഒരു ആവശ്യമില്ലാതെ ചന്ദ്രമതി മേടിച്ച് കിട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് രവി പറയുന്നുണ്ട് അവളുടെ കാര്യം വിട്ടിട, എന്തായാലും ഫോട്ടോ നന്നായിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് രവി പറയുന്നുണ്ട്. എന്തായാലും അച്ഛാ ഫോട്ടോ വലിയ ഫ്രെയിം ചെയ്തിട്ട് ഹാളിൽ വെക്കാൻ വേണ്ടി പോവാന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രവി വെച്ചോടാ എന്നുള്ള കാര്യം പറയണേ. പക്ഷെ അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് എന്ത് ഹാളിലോ, എന്താ തൂക്കാൻ വേണ്ടിട്ട് വേറെ എവിടെ സ്ഥലമില്ലേ? അല്ല അച്ഛാ ഫോട്ടോ ഹാളിലല്ലാതെ പിന്നെ വേറെ എവിടെ തൂക്കുക? നിന്റെ റൂമിൽ വെച്ചോടാ എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോൾ അല്ല ഇത് ഇവിടെ വെച്ചാൽ എന്താ കുഴപ്പമെന്ന് ചന്ദ്രയുടെ അടുത്ത് നമ്മുടെ രവി ചോദിക്കുന്നുണ്ട്. അല്ല ഇവിടെ എവിടെ രവിയേട്ട ഫോട്ടോ വെക്കാനുള്ള സ്ഥലമുള്ളതെന്ന് ചോദിക്കുമ്പോഴേക്കും അപ്പോൾ ഓടിപ്പോയവന്റെ കല്യാണ ഫോട്ടോ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ഥലമുണ്ടോ? അപ്പൊ ഞങ്ങളുടെ ഫോട്ടോ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ഥലമില്ല അല്ലേ? ഞാൻ ഇവിടെ തന്നെ വെക്കും. ചെറിയ ഫോട്ടോ ആക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇത് വലിയ സൈസിൽ തന്നെ ഞാൻ ഇവിടെ പതിക്കും. എടാ അവളുടെ വീടടാ, നീ കൊണ്ടുപോയിട്ട് തൂക്കുക എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് നമ്മുടെ രവി പറയണേ. എന്താ മക്കളുടെ കല്യാണ ഫോട്ടോ കാണണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? എല്ലാവരുടെ ഫോട്ടോ ഇവിടെ തൂക്കണം, നിങ്ങളെല്ലാവരും പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇവിടെ നിന്ന് പറഞ്ഞു വിടാണ്. ചന്ദ്രമതി ആകെ ചമ്മി നാറിയ അവസ്ഥയിൽ നിൽക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിൽ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്